നമസ്കാരം. മനുഷ്യന് പ്രായോഗിക ബുദ്ധി എന്നൊരു സാധനമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാഹചര്യത്തിൽ പെട്ടെന്നൊരു സംഭവം ആ മനുഷ്യൻ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എങ്ങനെ തരണം ചെയ്യാം എന്ന് മനുഷ്യനൊരു പ്രായോഗിക ബുദ്ധി ഉപയോഗിച്ച്, കാരണം അവൻ ജനിച്ചു വളർന്ന സാഹചര്യത്തിലും അവൻ പഠിച്ച കാര്യങ്ങളുടെ അടിസ്ഥാനമാക്കി, പ്രത്യേകിച്ച് സ്കൂളിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും പഠിക്കുന്നതല്ല, അവനായിട്ട് ഗെയിൻ ചെയ്ത ചില കാര്യങ്ങളിൽ നിന്ന് അവൻ അതിന് സൊല്യൂഷൻ കണ്ടെത്തും. അതിന് നമ്മൾ പ്രായോഗിക ബുദ്ധി എന്ന് പറയും. ഞാനിത് പറയാൻ കാര്യം കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തൊരു വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞു, എനിക്കറിയാവുന്ന നാട്ടിലുള്ള ഒരു പയ്യൻ ഞാൻ എയർപോർട്ടിൽ വെച്ച് കാണുകയും അവന് വേറൊരു ഗേറ്റിലേക്ക് പോവുകയും ഞാൻ വേറൊരു ഗേറ്റിലേക്ക് പോവുകയും ചെയ്തു. പക്ഷേ അവനൊരു അത്യാവശ്യം വന്നപ്പോൾ അവന് ഫോൺ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫോൺ ചെയ്തു എന്ന് പറഞ്ഞ ഒരൊറ്റ വാക്കിൽ വെച്ചിട്ട് പല ആൾക്കാരോട് ചോദിച്ചു, നമ്പറില്ലാത്ത അവൻ എങ്ങനെ നിങ്ങളെ ഫോൺ ചെയ്തു? പല ആൾക്കാരും അതൊരു സംശയത്തിന് ചോദിച്ചു, ചിലർ കളിയാക്കി ചോദിച്ചു. നമ്മളിങ്ങനെ ആൾക്കാർക്കൊരു ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊരു കാര്യത്തെപ്പറ്റി പറയുമ്പം അതിനെപ്പറ്റി അല്ല ആൾക്കാർ പലപ്പോഴും ചിന്തിക്കുന്നു, അതിൽ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കിനെ പറ്റിയായിരിക്കും. അപ്പോൾ ഞാൻ ചോദിച്ച എല്ലാ ആൾക്കാർക്കും അതിനൊരു മറുപടി ഞാൻ കൊടുത്തു. പക്ഷേ അതിൽ ചില ആൾക്കാർ അത് എത്ര കേട്ടിട്ടും അതിനെ അംഗീകരിക്കാൻ പെടാത്ത രീതിയിൽ ചുമ്മാ നമ്മൾ കള്ളം പറയുകയാണ്, വിവരക്കേട് പറയുകയാണെന്നൊക്കെയുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇന്നത്തെ കാലത്ത്, അതായത് 2025 എന്ന് പറഞ്ഞ ഈ ലോകത്ത് നടക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്. നമുക്ക് മൊബൈൽ നമ്പർ ഉണ്ടാകണമെന്നില്ല ഫോണിൽ കൂടെ ആളെ കോൺടാക്റ്റ് ചെയ്യാൻ. നാട്ടിലുള്ള അല്ല അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ അവരെ ഫോളോ ചെയ്യാം, ഫേസ്ബുക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്യാം. ഈ ഫോളോ ചെയ്ത് മെസ്സഞ്ചറിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ നമ്പർ ഇല്ലാതെ തന്നെ വിളിക്കാൻ പറ്റും. പക്ഷേ ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ ഒരാളുടെ നമ്പർ ഇല്ലെങ്കിലും എങ്ങനെ അയാളെ കോൺടാക്റ്റ് ചെയ്യും എന്ന് ചിന്തിക്കണമെങ്കിൽ അതിന് പ്രായോഗിക ബുദ്ധി വേണം. അല്ലാതെ അയ്യോ എൻ്റെ നമ്പറില്ലല്ലോ എങ്ങനെ അയാളെ വിളിക്കാൻ പറ്റത്തില്ല. ഞാനിതൊരു ഉദാഹരണം ഞാൻ പറയാം. എനിക്കറിയുന്ന ഒരു പയ്യൻ, ആ പയ്യന് ഒരു വലിയൊരു കമ്പനിയിൽ IT സെക്ഷനിൽ വർക്ക് ചെയ്യണം. അപ്പം ഇവർക്ക് എല്ലാ മാസവും ഇവരുടെ IT റൂമുകളിൽ ഒരു ചെക്കിങ് നടത്തണം. അതായത് PPM ചെക്കിങ് എന്ന് പറയും. അപ്പോൾ ഈ PPM ചെക്കിങ് ചെയ്യാൻ പോകാൻ ചിലപ്പം തന്നെ ആയിരിക്കും പോകുന്നത്, ചിലപ്പോൾ ഗ്രൂപ്പായിട്ട് പോകും. അപ്പോൾ ഇവർക്കൊരു 10, 50, 60 IT റൂമുകളുണ്ട് പല ഭാഗത്തുള്ള വലിയൊരു പ്രോജക്റ്റാണ്. അപ്പോൾ ഈ ചില ഭാഗത്തൊക്കെ ചെല്ലുമ്പം അവിടെ ഒന്നും വേണ്ടത്ര മൊബൈൽ റേഞ്ചൊന്നുമില്ല. ഈ IT റൂം ഇരിക്കുന്ന സ്ഥലത്ത് മൊബൈൽ റേഞ്ചൊന്നുമില്ല. പിന്നെ പൊതുവേ IT റൂമുകളിൽ പറഞ്ഞാൽ നല്ല ഭിത്തിയും നല്ല ഡോറും ഒക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ കുറച്ചുകൂടെ സിഗ്നലിനകത്തോട്ട് ഈ റൂമിനകത്ത് കയറി കഴിഞ്ഞാൽ സിഗ്നൽ കിട്ടാനും ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇവനെ ചെക്കിങ്ങിന് പോയപ്പോൾ ഇവനൊരു മുറിയിൽ കയറുകയും ഈ നോർമലി ഡോർ നമ്മൾ അടച്ച് ഇവർ ചെക്ക് ചെയ്ത് ഡോറ് തുറക്കാൻ നോക്കിയപ്പോൾ ഈ ഡോറ് തുറക്കുന്നില്ല, എന്തോ ഡോറ് ജാമായിപ്പോയി. ഇവൻ കുറേ നേരം ട്രൈ ചെയ്തിട്ടും ഡോറ് ജാമായിപ്പോയി. അതൊരു ആ ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു സൈഡിലുള്ള ഒരു റൂമാണ്. അപ്പോൾ അങ്ങനെ ആ സൈഡിലെങ്കിൽ വലിയതായിട്ട് ആൾക്കാർ വരുമോ അല്ലെങ്കിൽ ഇവന് കിടന്ന് വിളിച്ചു പോവിയാൽ ആൾക്കാർ കേൾക്കാനൊരു അവസരമോ ഒന്നും ഇല്ല അവിടെ. അപ്പോൾ ഇവൻ്റെ മൊബൈലിലാണെങ്കിൽ റേഞ്ചും ഇല്ല.